الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സർവ്വനാഥനായ അല്ലാഹു നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നാം സാന്ദർഭികമായി ചില വിഷയങ്ങൾ ചില വെള്ളിയാഴ്ചകളിലൊക്കെ സംസാരിക്കാറുണ്ട്. നമ്മുടെ നാട് അല്ലെങ്കിൽ ലോകം വളരെ അധികം അക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം ദിനേന മനസ്സിലാക്കുന്നു. മനുഷ്യന്മാരോട് അക്രമം കാണിക്കുന്നു. മനുഷ്യന്മാർ മറ്റ് ജീവജാലങ്ങളോട് അക്രമം കാണിക്കുന്നു. മനുഷ്യന്മാർ ഈ പ്രകൃതിയോട് അക്രമം കാണിക്കുന്നു. രാജ്യ സംവിധാനങ്ങളോട് അക്രമം കാണിക്കുന്നു. ഏറ്റവും കൂടുതൽ ലോകത്ത് അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ സിയോണിസ്റ്റുകളായ ജൂതന്മാരാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ആരാധനാലയങ്ങളെ, ഹോസ്പിറ്റലുകളെ, പാഠശാലകളെ, ജനങ്ങൾ താമസിക്കുന്ന വീടുകളെയൊക്കെ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ഫസാദാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ക്രൂരമായി മനുഷ്യ മക്കളെ തല്ലിക്കൊല്ലുന്ന പ്രവണത, അതുപോലെ തന്നെ ബുൾഡോസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരാധനാലയങ്ങള്, വീടുകള്, സ്ഥാപനങ്ങളൊക്കെ തകർക്കുന്ന പ്രവണത ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അല്ലാഹു അക്രമകാരിയല്ല, അല്ലാഹു അക്രമത്തെ ഇഷ്ടപ്പെടുകയും ഇല്ല എന്നാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നടക്കുന്ന അക്രമങ്ങളോടും അക്രമം നടത്തുന്ന അക്രമകാരികളോടുള്ള നിലപാട് എന്താണ് എന്നും ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു വിശ്വാസിക്ക് അവരുടെ ജീവിതത്തിന്റെ നിലപാടായി മാറേണ്ടത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് മറ്റെന്തിനേക്കാളും എന്ന ബോധം
വിശ്വാസ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവർ കപടന്മാരായി തീരുകയാണ്. അള്ളാഹു എന്താണ് എന്നോട് നിർദ്ദേശിച്ചത് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം ഒരു വിശ്വാസി നിലപാടുകൾ എടുക്കേണ്ടതും നിലപാടുകൾ പറയേണ്ടതും. പക്ഷേ ഗത്യന്തരമില്ലാതെയാണോ അറിവില്ലാതെയാണോ എന്നറിയില്ല, നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് അക്രമത്തോടും അക്രമകാരികളോടുമുള്ള നയ നിലപാടുകളിൽ വല്ലാത്ത വ്യതിയാനങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്രമം നടന്ന ഒരു ദിവസമാണ്. അത് ഞാനല്ല പറയുന്നത്. ഏറ്റവും വലിയ അക്രമകാരി ആരാണ് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ഏറ്റവും വലിയ അക്രമകാരി ആരാണ് എന്ന് അള്ളാഹു ഖുർആനോട് ചോദിക്കുകയാണ്. വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിയെ തടയുന്നവരെക്കാൾ വലിയ അക്രമി ആരാണ്? വസഅ ഫീ ഖറാബിഹാ, ആ പള്ളിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാൾ അക്രമി ആരാണുള്ളത്? ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും പറയുന്നു, അള്ളാഹു അങ്ങനെ ചോദിച്ചാൽ അതിന് മറുപടി അവരാണ് ഏറ്റവും വലിയ അക്രമകാരികൾ എന്നാണ്. എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് രാഷ്ട്രീയത്തിന്റെ അടിമത്തം കയറി വന്നപ്പോൾ ഈ കൂട്ടർ അക്രമകാരികളായി അല്ലാതെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിനെ പരിശോധിക്കണമെന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. പള്ളിയെ തകർക്കുന്ന ആളുകൾ അക്രമകാരികളാണ്, ഏറ്റവും വലിയ അക്രമിയാണെന്ന് എന്റെ റബ്ബ് നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്, നമ്മുടെ റബ്ബ് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹാ, അല്ലാഹുവിന്റെ സ്മരണയെ പള്ളിയിൽ നിന്ന് തടയാൻ ശ്രമിക്കുന്ന ആളുകൾ വലിയ അക്രമകാരിയാണ്. വസആ ഫീ ഖറാബിഹാ, ആ പള്ളിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളും വലിയ അക്രമകാരികളാണ്. ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, അങ്ങനെ അക്രമം കാണിച്ച് പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ സ്മരണയെ തടയാൻ ശ്രമിക്കുന്ന ആളുകളും അതുപോലെ പള്ളിയെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും പിന്നീട് ആ സ്ഥലത്തേക്ക്, ആ പ്രദേശത്തേക്ക്, ആ കെട്ടിടത്തിലേക്ക് കയറാൻ സാധിക്കയില്ല. ഇല്ലാ ഖായിഫീൻ, ഭയത്തോടുകൂടിയല്ലാതെ. ഭയപ്പെട്ടിട്ട് മാത്രമേ പിന്നീട് അങ്ങോട്ട് ഇക്കൂട്ടർക്ക് കടന്നു ചെല്ലാൻ സാധ്യമാവുകയുള്ളൂ എന്ന് അള്ളാഹു വിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയാണ്. ലഹും ഫിദ്ദുനിയാ ഖിസ്യ്, അക്കൂട്ടർക്കാണ് ഈ ലോകത്ത് നിന്ദതയുള്ളത്. വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം, ആഖിറത്തിൽ അവർക്ക് വേദനാജനകമായ വലിയ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പള്ളി എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തുള്ള മുഴുവൻ പള്ളികളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത്. ലോകത്തുള്ള 3 പള്ളി ഒഴിച്ചാൽ ബാക്കി മുഴുവൻ പള്ളികൾക്കും അല്ലാഹു നൽകുന്ന സ്ഥാനം ഈ സ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിന്റെ നിലപാട്, പള്ളിയോടുള്ള നിലപാട്, അൽ മുഅ്മിനു ഫിൽ മസ്ജിദ്, ഒരു വിശ്വാസി പള്ളിയിൽ എങ്ങനെയായിരിക്കണം? കസ്സമക്കി ഫിൽ ബഹർ, കസ്സമക്കി ഫിൽ ബഹർ, കടലിലെ മത്സ്യത്തെ പോലെയായിരിക്കണം ഒരു വിശ്വാസിക്ക് പള്ളിയുമായിട്ടുള്ള ഹൃദയബന്ധമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ പള്ളിക്കകത്ത് വരാനുള്ള മാനസിക അവസ്ഥയായിരിക്കണം എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്നാൽ കപട വിശ്വാസിയുടെ പള്ളിയോടുള്ള സമീപനം കൂട്ടിയ തത്തയെ പോലെയാണ്.
കൂട്ടിലെ തത്തയ്ക്ക് കൂടിനോട് യാതൊരു വിധത്തിലുള്ള മാനസിക അടുപ്പവും ഉണ്ടാവുകയില്ല. പക്ഷേ കടലിലെ മത്സ്യത്തിന് സദാസമയവും ആ വെള്ളത്തിനോടായിരിക്കും മാനസിക അടുപ്പം ഉണ്ടാവുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും സമീപനം അങ്ങനെയാണോ? പ്രത്യേകിച്ച് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ പോലും മടിയുള്ള ആളുകളായി മാറിക്കൊണ്ടിരിക്കണം, വീട്ടിൽ നമസ്കരിക്കുന്ന ആളുകളായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോ വിശ്വാസിയുടെ മനസ്സ് അങ്ങനെയായിരിക്കണം. ഇനി ഒരു നാട്ടിൽ പള്ളിയുണ്ട്, ആ പള്ളി നിലനിൽക്കുകയും ആ പള്ളിയിലൂടെ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ആ ഗ്രന്ഥം അവിടെ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മജ്തമ ഖൗമുൻ, ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടി ഫീ ബൈത്തില്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ, യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ട്, വയതദാറസൂനഹാ, ആ ഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ നസലത അലൈഹിമുസ് സകീന, അവർക്ക് സമാശ്വാസവും അവർക്ക് സമാധാനവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും. മലക്കുകൾ അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു അവരെ സംബന്ധിച്ച് പറയും മലക്കുകളോട്. അപ്പോ പള്ളി എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാവണം. അത് നമ്മുടെ നാട്ടിലെ പള്ളി അങ്ങനെയാവണം. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്തു, ആസൂത്രിതമായി തകർത്തു, അഹങ്കാരത്തോടുകൂടി തകർത്തു. ഗവൺമെന്റ് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. 32 വർഷങ്ങൾക്ക് മുമ്പ് 1992 ഡിസംബർ 6 ഞായറാഴ്ച ഒരു പകല് കൊണ്ട് ഒരു വലിയ കെട്ടിടം, ഒരു വലിയ മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കുന്നത് വരെ ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ കീഴിലുണ്ടായിരുന്ന പട്ടാളം ആ അക്രമകാരികൾക്കെതിരെ ഒരു വെടി ഉതിർത്തില്ല എന്ന് മാത്രമല്ല, ആ ക്രൂരമായ കൃത്യം വളരെ ആസൂത്രിതമായി ചെയ്തു തീർത്തതിനു ശേഷം അവർ ഓരോരുത്തർക്കും കൃത്യമായി ട്രെയിനിൽ വീട്ടിലെത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അന്നത്തെ ഗവൺമെന്റ്. ഇന്നോ 32 വർഷം കഴിയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഒരു പള്ളി, അതേ യുപിയിലെ ഒരു പള്ളി, ആ പള്ളിക്ക് മുകളിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയും സർവേ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് തടയാൻ വന്ന പള്ളിയുടെ അവകാശികളായ 6 മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പ്രസംഗം നിങ്ങളോട് പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സുകൾ ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണയപ്പെടുത്തിയത് കൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങി, ഒരു പള്ളിയുടെ കാര്യമല്ലേ, ഒരു പള്ളിയുടെ കാര്യമല്ലേ. ചിലപ്പോൾ എന്റെ മുന്നിലുള്ള അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്ന പലർക്കും ഈ പ്രസംഗം അത്ര ദഹിക്കില്ല. ഇപ്പോഴും ബാബരി വിടാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നാണ്. ഇല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് തന്ന പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഇൻഷാ അല്ലാഹ് ഇന്ത്യയിൽ പുലരും. അപ്പോഴാണ് ഈ പരിശുദ്ധ ഖുർആൻ മുഅ്ജിസത്താവുന്നത്. അതുകൊണ്ട് ഒരു പള്ളിയല്ലേ എന്ന് പറഞ്ഞ് അതിന്റെ വിഷയം തൽക്കാലം മാറ്റിവെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അക്രമകാരികളോടൊപ്പമാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ താൽക്കാലികമായ ഭരണത്തിന് വേണ്ടി അക്രമികളെ സുഖിപ്പിക്കാനാണ് നിങ്ങളുടെ വർത്താനമെങ്കിൽ, അല്ലാഹു പറയുന്നു, ലാ തർക്കനൂ ഇലല്ലദീന വലമൂ, ലാ തർക്കനൂ ഇലല്ലദീന വലമൂ. അക്രമകാരികളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്, ചരിഞ്ഞു പോകരുത്. നിങ്ങൾ നരകം പിടികൂടുക തന്നെ ചെയ്യും.
നിങ്ങൾ നരകത്തിലാണ് അല്ലാഹു പറയാം. അതുകൊണ്ട് നമുക്ക് സമാശ്വസിക്കാം, പ്രതീക്ഷിക്കാം. ഇല്ല, ഞങ്ങളുടെ മനോനികരങ്ങളിൽ പ്രാർത്ഥനയായി, പ്രതീക്ഷയായി ബാബരി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ തകർക്കപ്പെട്ട മുഴുവൻ പള്ളികളും ഞങ്ങളുടെ മനോനികരങ്ങളിൽ ഉണ്ടാകും. അത് ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഞങ്ങൾക്ക് തന്ന പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അടിവരയിടുകയാണ് അല്ലാഹു. ലഹും ഫിദ്ദുനിയാ ഹിജ്ജ്. അക്രമകാരികൾക്ക് അന്ന് എന്നാണോ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഇന്ത്യയിലെ പള്ളികൾ തൽസ്ഥാനത്ത് അന്നത്തെ ഗവൺമെന്റ് പടുത്തുയർത്തുന്നത്, അപ്പോൾ ഈ അക്രമിക്കൂട്ടത്തിന് നിന്ദത ഈ ദുനിയാവിലുണ്ടാവും. അത് കാണും ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ. അപ്പോഴാണ് ഈ പരിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. നിസ്സാരവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അതിന് പ്രതീക്ഷ വേണം, പ്രാർത്ഥന വേണം, പ്രവർത്തനം വേണം. അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം പുനരുമെന്ന പ്രതീക്ഷ വേണം. ഞാൻ പറയുന്നത് ഖുർആനിലൂടെയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവാകുമെന്ന് സ്വപ്നം കണ്ടപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ട്, ഇല്ല ഇനി യൂസുഫ് രാജാവാകില്ല എന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞു കൂടിയ ആ സഹോദരങ്ങൾക്ക് അള്ളാഹുവിന്റെ നടപടിക്രമം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കീഴിൽ അനുയായികളായി ഈ മുഴുവൻ സഹോദരങ്ങളും വരേണ്ടി വന്നെങ്കിൽ കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു നടപടി പൂർത്തിയാക്കിയ ചരിത്രം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇൻഷാ അല്ലാഹ് ബാബരി മസ്ജിദ് അല്ല, തകർക്കപ്പെട്ട മുഴുവൻ പള്ളികളും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പണിത് നൽകാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിനെ അള്ളാഹു കൊണ്ടുവരും. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത് അള്ളാഹു പറയുന്നു, നമുക്ക് പ്രതീക്ഷ തരുന്നു, ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ. അന്ന് ബാബരി മസ്ജിദ് തൽസ്ഥാനത്ത് ഇന്ത്യയിലെ മതേതര ഗവൺമെന്റ്, ഇന്ത്യയുടെ ജനാധിപത്യ ഗവൺമെന്റ് പടുത്തുയർത്തുമ്പോൾ അവർക്ക് ആ ഭാഗത്തേക്ക് ഭയത്തോടുകൂടി മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. ഘോഷയാത്രയായി, അക്രമിക്കൂട്ടങ്ങളായി, ഗവൺമെന്റിന്റെ പട്ടാളത്തിന്റെ പിന്തുണയോടുകൂടി ആക്രോശിച്ചുകൊണ്ട് പള്ളി തകർത്ത ആളുകൾക്ക് ആ പള്ളി പുനർനിർമ്മിക്കുന്ന കാലത്ത് അങ്ങോട്ട് വരാൻ ഭയമായിരിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാൻ സഹോദരന്മാരെ, എന്റെ അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുകയില്ലേ? എവിടെ? ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച് എന്റെ അധികാരം നിഷ്കാസനം ചെയ്യുമെന്ന് ബോധ്യപ്പെട്ട ഫിർഔൻ മൂസ ജനിക്കാതിരിക്കാൻ ബനൂ ഇസ്രായേലിലെ മുഴുവൻ ആണുങ്ങളെയും കൊന്നുകളഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്ത് പൂർത്തിയാക്കിയ സഹോദരന്മാരെ, ആ മൂസയുടെ പിന്നാലെ കൊണ്ടുപോയി ഫിർഔനെ ചെങ്കടലിൽ മുക്കി കൊന്നു. വർഷങ്ങൾക്ക് ശേഷം ചരിത്രമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഉദയം ചെയ്തു. അവിടത്തെ അക്രമിക്കൂട്ടത്തിനെതിരെ നീതിയുടെയും തൗഹീദിന്റെയും പ്രസംഗങ്ങൾ നടത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ അധികാരവും കഅബയുടെ അധികാരവും പിടിച്ചെടുക്കുമെന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട് കടത്തി. എന്തിന്? മക്ക വിട്ടുപോകാതിരിക്കാൻ, മക്ക തങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ, കഅബ വിട്ടുപോകാതിരിക്കാൻ ഖുറൈശി പ്രവർത്തനം ചെയ്തു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ പ്രവാചകന്റെ കീഴിൽ മാപ്പിരന്നുകൊണ്ട് ജീവിക്കേണ്ട ഗതികേടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തെ മാറ്റി. ഇനിയും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ തർബിയത്തിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളാരും നിരാശരാവേണ്ടതില്ല. നിരാശയുടെ വാക്കുകൾ പറയരുത്, വിട്ടേക്ക്. എന്തിനു വിടാൻ? എന്തിനാണ് വിടേണ്ടത്? അത് പള്ളിയാണ്. അന്ന് പള്ളിയായിരുന്നു, ഇന്നും അത് പള്ളിയാണ്, നാളെയും അത് പള്ളിയായിരിക്കും.
അത് മുസ്ലിം സമൂഹത്തിന് ലഭിക്കും. ഇത് അള്ളാഹു നൽകിയ പ്രതീക്ഷയാണ്. നാം എന്ത് വേണം? നാം എന്താ ചെയ്യേണ്ടത്? ഏറ്റവും കുറഞ്ഞത് ഈ പ്രതീക്ഷയെങ്കിലും വെക്കേണ്ട സഹോദരങ്ങളെ. എല്ലാവരും നമ്മളെ വഞ്ചിച്ചു. മതേതര സർക്കാരുകൾ, മതേതര രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളും ചെറുതും വലുതുമെല്ലാം ഈ അജണ്ട അവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റി. ബാബരി മസ്ജിദ് അവർക്ക് പ്രശ്നമല്ല. പക്ഷേ ഫാഷിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ വർഷത്തെയും തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വിഷയം രാമജന്മഭൂമിയായിരുന്നു, ബാബരി ഭൂമിയായിരുന്നു അവർക്ക് വിഷയം. അതുകൊണ്ട് അവരെവിടെ എത്തി? രണ്ടാം പ്രാവശ്യവും ഭരണത്തിലെത്തി. പക്ഷെ അതിനെ തടയാൻ വേണ്ടി നീതിയുടെയും സുരക്ഷയുടെയും സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികൾ പോലും മതേതരമായി ചിന്തിക്കുകയോ ആ അനീതിക്കെതിരെ ശബ്ദിക്കുകയോ അല്ല, ആ അനീതി, ആ അക്രമം ഏറ്റുവാങ്ങിയ മുസ്ലിമീങ്ങൾക്ക് ഒരു സമാശ്വാസം നൽകുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇക്കൂട്ടർക്കൊക്കെ ഒരു ദില്ലത്തിന്റെ കാലം വരും. നാളെ പാരത്രിക ലോകത്തല്ല, ഈ ലോകത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാൻ അള്ളാഹു നമ്മോട് പറയുകയാണ്. ബാബരി മസ്ജിദിന്റെ വിധിയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടത് അത് ഒരു കപടമായ അനീതിയുടെ വിധിയായിരുന്നു എന്ന് ആ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ അതിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ആ കോടതി വിധി ഫാസിസ്റ്റുകൾക്ക് വേണ്ടി പറയിപ്പിച്ചത്, താൽക്കാലികമായി പറയിപ്പിച്ചത് അല്ലാഹുവാണ്. അവരെ കൊണ്ട് പറയിപ്പിച്ചു 4 കാര്യങ്ങൾ. ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയാണ് ചെയ്തത്. ബാബരി മസ്ജിദ് അക്രമികളാൽ തകർക്കുകയാണ് ചെയ്തത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് വിധിപ്പകർപ്പിൽ. അള്ളാഹു എഴുതിച്ചതാണ്, അതവിടെ ഉണ്ടാകും. മതേതര സർക്കാർ വരുമ്പോൾ ആ വിധിപ്പകർപ്പെടുത്തു നോക്കുമ്പോൾ ബാബരി മസ്ജിദ് അത് ന്യായമായും മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ആ വിധിപ്പകർപ്പിലുണ്ട്. മറ്റൊന്നുണ്ട്, ബാബരി മസ്ജിദ് അവിടെ ശിലാന്യാസം നടത്തിയത് അക്രമപരമായാണ്. മറ്റൊന്നുണ്ട്, ബാബരി മസ്ജിദിന്റെ ഭൂമി ന്യായമായും മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. മറ്റൊന്നുണ്ട്, ബാബരി മസ്ജിദ് മുസ്ലിമീങ്ങൾ ആരാധന നടത്തിയിരുന്ന പള്ളിയായിരുന്നു. അത് അമ്പലം തകർത്തിട്ടല്ല എന്ന് നമ്മുടെ കോടതി രേഖകളിൽ രേഖപ്പെടുത്തിച്ചത് സർവശക്തനായ അല്ലാഹുവാണ്. അത് ഇൻഷാ അല്ലാഹ് അവസാനം ഫാഷിസ്റ്റുകളെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഫാഷിസ്റ്റുകളിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടോ അവസാനം ഫാഷിസ്റ്റുകൾക്ക് തീരെഴുതി കൊടുത്ത ആ ഒരു ഭാഗം മാറ്റാൻ ഒരു പുതിയ ഗവൺമെന്റ് വരും, അല്ലാഹു വരുത്തും. അതിനുവേണ്ടി വിശ്വാസികൾ ഒന്നാമത് ചെയ്യേണ്ടത് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുക. രണ്ടാമത് മുസ്ലിമീങ്ങൾ മുസ്ലിമാകുക, നിഫാഖ് ഒഴിവാക്കുക, ഐക്യപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ, ഖുർആൻ മനസ്സിലാക്കാൻ, വിശ്വാസം അടിയുറക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.